ജ്യോതിഷിയും ജനനവും ഭാഗ്യവും. ടീച്ചറെ നമസ്തേ. നമസ്തേ. ഒരാൾ എപ്പോഴാണ് ജ്യോതിഷിയെ കാണേണ്ടത്? സാധാരണ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലോ ജ്യോതിഷിയെ കാണുന്നത്, അല്ലേ? അപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു എന്താ പറയുക, കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ്, ഒരു പ്ലാനിങ്ങിന് മുൻപ് നല്ലൊരു ദൈവജ്ഞൻ വിചാരിച്ചാൽ ഭാഗ്യമുള്ള കുട്ടിക്കുള്ള ജനനത്തിനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് അത് ഒരുപാട് അനുഭവങ്ങൾ പലരും പറയുന്നുണ്ട്. ഇപ്പോൾ ഈവൻ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട പല ആൾക്കാരുടെയും സംഭവങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് ആ കുട്ടിയുടെ IQ നല്ല നിലയിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഭാഗ്യമുള്ള കുട്ടിയാണ്. ആ ഒരു മുഹൂർത്തം, ശാന്തി മുഹൂർത്തം എന്ന് പറയുന്ന സംഭവം വളരെ വലുതാണ്. അതിനുമപ്പുറം ഒരു നല്ലൊരു ദൈവജ്ഞൻ്റെ നിയോഗപ്രകാരം ആ കുട്ടി ജനിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന പ്രിക്കോഷൻസ്, അല്ലെങ്കിൽ നല്ലൊരു കുടുംബജീവിതം തുടങ്ങുന്നതിന് മുൻപ് എന്തൊക്കെ ചെയ്യണം ചെയ്യണ്ട, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. ഇത് മനുഷ്യ ജീവിതമാണ് നമ്മൾ സംസാരിക്കുന്നത്. ജ്യോതിഷം വേറൊരു ശാസ്ത്രവും അതിങ്ങനെ മറ്റാർക്കോ വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നതും നമ്മളുടെ ലൈഫ് നമ്മൾ കൊണ്ടുപോകുന്നു എന്നുള്ളതും അങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല. ലൈഫ് തന്നെയാണ് ജ്യോതിശാസ്ത്രം എന്നുള്ളത്. ശരിക്കും അത് വേണ്ടുന്ന രീതിയിൽ ഈ ശാസ്ത്രം അഭ്യസിച്ചവർ പോലും അത്രയധികം അതിനെ പ്രയോജനപ്പെടുത്തുന്നില്ല. എന്തെങ്കിലും ഒരു ജീവിതത്തിൻ്റെ ഒരു ഒഴുക്കിന് തടസ്സം വരുമ്പോഴോ പ്രതീക്ഷിക്കണോടത്ത് എത്താൻ പറ്റുമോ എന്ന ആശങ്ക വരുമ്പോഴൊക്കെയാണ് ഒരു ജ്യോതിഷിയെ സമീപിക്കാറ്. പക്ഷേ കുറേയും കൂടി അതിനെ നമ്മളുടെ ലൈഫിലേക്ക് ഉപയോഗപ്പെടുത്താൻ, നല്ല രീതിയിലേക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഈ ശാസ്ത്രത്തിന്. അപ്പോൾ ഈ ചോദ്യത്തിന് വിവാഹത്തിന് ശേഷം അല്ല, നമ്മളൊരു പുരുഷൻ്റെയും സ്ത്രീയുടെയും അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെയും ഒരു യുവാവിൻ്റെയും ഒരു വിവാഹം നിശ്ചയിക്കുന്നിടത്ത് നിന്നാണ് ആരംഭിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കേരളത്തിലധികം പ്രചാരമില്ലെങ്കിൽ പോലും ശാന്തി മുഹൂർത്തം, സേക മുഹൂർത്തം, ഇതൊക്കെ മുഹൂർത്ത ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഈ ശാന്തി മുഹൂർത്തം വളരെ സിനിമയിലൊക്കെ കണ്ടിട്ട് നമുക്ക് വളരെ പ്രസിദ്ധിയുള്ളതാണ്. അപ്പോൾ അത് കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലോ കർണാടക അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കാറുണ്ട്, നമ്മളാണ് നോക്കാത്തത്. അപ്പോൾ ശാന്തി മുഹൂർത്തം നിശ്ചയിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ത്രീയും പുരുഷനും ഇവർ ദമ്പതിമാരായതിനു ശേഷം ആദ്യത്തെ സംയോഗം ഏറ്റവും ശുഭമുഹൂർത്തത്തിലായാൽ അവരുടെ ജീവിതത്തെ തന്നെ ശുഭകരമായി അത് കൊണ്ടുപോകും എന്നുള്ളത് കൊണ്ടാണ്. അതിനാണ് ഈ ശാന്തി മുഹൂർത്തം നിശ്ചയിക്കുന്നത്. പിന്നീട് സേകത്തിനുള്ള മുഹൂർത്തം പിന്നെയും, അപ്പോൾ ഒരു പക്ഷേ ശാന്തി മുഹൂർത്തം തന്നെ സേക മുഹൂർത്തവും ആവാം, തമ്മിൽ സമാനതകളുണ്ട്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ ഒരു കുട്ടി വേണം എന്നൊക്കെ, ശരിക്കും വിവാഹം തന്നെ നമ്മുടെ ജ്യോതിശാസ്ത്രപരമായിട്ടും ഭാരതീയമായിട്ടുള്ള ചിന്താഗതിയിലും വിവാഹം എന്ന് പറയുന്നത് തന്നെ സത്സന്താന ലാഭത്തിനായിട്ടാണ്. നമ്മൾ പ്രശ്നമാർഗത്തിലൊക്കെ പറയുന്നുണ്ട് വിവാഹത്തിനെ കുറിച്ചിട്ട് ദാമ്പത്യ ഘടനാ നിരൂപണമാണത്. അപ്പോൾ ദാമ്പത്യ ഘടനാ നിരൂപണത്തിൽ ആദ്യം പറയുന്നത് എന്തിനാണ് വിവാഹം, അല്ലെങ്കിൽ ഇവരുടെ പൊരുത്തം, നമ്മൾ വിവാഹ പൊരുത്തമൊക്കെ നോക്കാൻ, ആ പൊരുത്തത്തിൻ്റെ നോക്കുന്നതിന് മുന്നേ സ്ത്രീയുടെയും പുരുഷൻ്റെയും പ്രഥമം ചിന്തനീയം എന്നാണ് പറയുന്നത്. ആയുസ്സിന് ആദ്യം ഇവരുടെ രണ്ടുപേരുടെ ആയുസ് നിശ്ചയിക്കുക. ദീർഘായുസ്സുള്ള രണ്ടുപേരുടെ ജാതകങ്ങൾ തമ്മിലാണ് ചേർക്കേണ്ടത്, അവർ തമ്മിലാണ് ചേരേണ്ടത്. ദീർഘായുസ് ഉണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം സത്സന്താന ലാഭത്തിനായിട്ട് ഈ രണ്ട് ജാതകങ്ങൾ തമ്മിൽ ഐക്യമുണ്ടോ എന്ന് പരിശോധിക്കണം. ഇങ്ങനെയാണ് ആ ദാമ്പത്യ ഘടനാ നിരൂപണം, അതായത് വിവാഹ പൊരുത്തം എന്തൊക്കെ നോക്കണം എന്നുള്ളത് ഗ്രന്ഥങ്ങളിൽ ആരംഭിക്കുന്നത്. വിവാഹം എന്ന് പറയുന്നത് സത്സന്താന ലാഭത്തിന് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ വിവാഹം കഴിഞ്ഞാൽ ഈ സത്സന്താനം തന്നെ ആകണം. സന്താനങ്ങൾ ഉണ്ടാകും, സത്സന്താനം തന്നെ ആവാനായിട്ട് ഈ സത്ത് എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട്. ആ ഒരു പദത്തെ തന്നെ നമുക്കിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കയറിയൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് ഭാവിയിൽ നമുക്കും നമ്മുടെ ഈ ലോകത്തിനും സമൂഹത്തിനും ഉതകുന്ന ഒരു കുട്ടി ഉണ്ടാവുക, അതാണ് അതിൻ്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സത്സന്താനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നല്ല മുഹൂർത്തത്തിൽ ഈ സേകം, ഈ ബീജാധാനം നടത്തുകയാണ് എങ്കിൽ ആ ജനിക്കുന്ന
കുട്ടിയും ശിശുവും ഇപ്പോൾ വ്യാഴപ്രീതിയുള്ളത്, ശുക്രൻ്റെ പ്രീതിയുള്ളത്, ബുധനിഷ്ടത്തിൽ, എല്ലാ ഗ്രഹങ്ങളെയും ഇഷ്ടത്തിലാക്കാൻ സാധിക്കില്ല എങ്കിൽ പോലും വ്യാഴം ഇഷ്ടത്തിലായിക്കഴിഞ്ഞാൽ തന്നെ ഭാഗ്യത്തിൽ അല്ലെങ്കിൽ ലാഭത്തിലൊക്കെ വ്യാഴസ്ഥിതി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കേന്ദ്ര ത്രികോണ ഭാവങ്ങളിലൊക്കെ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ തന്നെ ശുഭൻ ആയി എന്നാണ്. ബാക്കിയുള്ള ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് നല്ല ഒരു സ്ഥാനത്തെത്തും, നല്ലൊരു മനുഷ്യനായിട്ട് ഇയാൾ മാറും എന്നുള്ളതാണ് ആ ജനിക്കുന്ന കുട്ടി. അങ്ങനെ സേകത്തിനുള്ള മുഹൂർത്തം നിശ്ചയിച്ചിട്ട് ഈ പ്രക്രിയ ബീജാധാനം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒരു പ്രജ ഭൂമിയിൽ ജനിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ചോദിക്കും, ഇങ്ങനെ മുഹൂർത്തമൊക്കെ നിശ്ചയിച്ചിട്ട് നമുക്കിതൊക്കെ സാധിക്കുമോ എന്ന് ചോദിക്കും. തീർച്ചയായും നമ്മളുടെ പൂർവികരായിട്ടുള്ള ഋഷിമാരുടെയൊക്കെ പരമ്പര എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ കേട്ടുള്ള ഋഷിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ബ്രഹ്മചാരികളാണ്, അവർ വിവാഹം കഴിക്കില്ല, ഇങ്ങനെയൊക്കെ ഓരോ തെറ്റിദ്ധാരണയാണുള്ളത്. അങ്ങനെയല്ല. ജീവിതത്തിൻ്റെ ഇപ്പം നമ്മുടെ ശങ്കരാചാര്യരുടെ നമുക്ക് ഏറ്റവും അടുത്തുള്ളത് എന്ന് പറയുന്ന ഒരു മഹർഷി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഋഷിതുല്യ ജീവിതം നയിച്ചയാളാണ് ശങ്കരാചാര്യർ. പരമമായിട്ടുള്ള സന്യാസ പദത്തിന് അർഹനായിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ അത് നേടിയെടുത്തയാളാണ്. അദ്ദേഹം പോലും ഈ സ്ത്രീ വിഷയത്തിൽ, അല്ലെങ്കിൽ സ്ത്രീ സുഖം എന്നാണോ എന്താ പറയാന്നറിയില്ല, എങ്കിലും ഈ മനുഷ്യനായിട്ട് ജനിച്ച് ജീവിച്ച് ആ മോക്ഷത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വിഷയവും അറിയാതിരുന്നുകൂടാ. മനുഷ്യൻ പൂർണ്ണമാവണമെങ്കിൽ അതുകൂടി വേണം എന്നുള്ളത് കൊണ്ട് പരകായ പ്രവേശം നടത്തിയിട്ട് ഈ ദാമ്പത്യ സുഖം എന്താണ്, ദാമ്പത്യം എന്താണ് എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ മഹർഷിമാർക്കും, ഞാൻ പറഞ്ഞ സന്യാസിമാർക്ക് ആയാലും മഹർഷിമാർക്കായാലും ഋഷിമാർക്ക് എല്ലാവർക്കും ഇത് വിധിച്ചിരിക്കുന്നത് തന്നെയാണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഈ ഇതിന് വേണ്ടി മാത്രമായിട്ടല്ല അവർ ജീവിച്ചത് എന്നുള്ളത് കൊണ്ടാണ്. ഈ പറഞ്ഞ പോലെ നല്ല പ്രജയെ സൃഷ്ടിക്കുവാൻ, തൻ്റെ അടുത്ത പരമ്പരയെ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പറഞ്ഞ പോലെ ഭാര്യയുമായിട്ടുള്ള സംഗമം ഉണ്ടായിട്ടുള്ളത്. അപ്പം അതിന് എന്തുകൊണ്ടാണ് ആ പരമ്പര ഇങ്ങനെ ഒരു പരമ്പരയിൽ തന്നെ ഇങ്ങനെ മക്കളും അതിൻ്റെ മക്കളും ഒക്കെ ആയിട്ട് എല്ലാവരും പ്രസിദ്ധരായി തീരുന്നത്, അല്ലെങ്കിൽ എല്ലാവരും യോഗ്യരായിട്ട് മാറുന്നത് എന്നുള്ളതും കൂടി ആലോചിക്കണം. നമ്മളുടെ പോലെയല്ല. അപ്പോൾ ഒരു വലിയൊരു ബിസിനസ്മാൻ്റെ മക്കൾ, ഈ അദ്ദേഹം നേടിയെടുത്തത് മക്കളിൽ കൂടി ഒരു പക്ഷേ തുടരും എന്നല്ലാണ്ട് അതിനും അടുത്ത തലമുറയിലേക്ക് എത്തുമ്പോഴത്തേക്കും മറ്റൊരു രീതിയിലേക്കായിട്ട് ഇത് മാറിപ്പോവുക ചെയ്യുന്നത് അല്ലേ. എത്രയോ വലിയ അതിപ്പോൾ സാമ്പത്തികമായാലും രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അതേസമയം ഭാരതീയമായിട്ടുള്ള പല പരമ്പരകളെ എടുത്തു കഴിഞ്ഞാലും മകൻ അതിൻ്റെ ഇങ്ങനെ ഈ ഒരു പരമ്പര തന്നെ ഇങ്ങനെ നീണ്ടു പോകുന്നതാണ്. ഇതിന് കാരണം ഈ മുഹൂർത്തം ശുഭമായിട്ടുള്ള മുഹൂർത്തമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ അവനവൻ്റെ ശാരീരിക സുഖത്തിന് വേണ്ടിയല്ല ഈ ഭാര്യാഭർത്തൃ സംഗമം എന്ന് പറയുന്നത്, നല്ല പ്രജയെ സൃഷ്ടിക്കുവാനാണ് എന്ന ലക്ഷ്യം മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന മുഹൂർത്തം എന്ന് പറയുന്നത് ഒരു വളരെ ചെറിയ കുറച്ച് സെക്കൻഡുകളോ കുറച്ച് മിനിറ്റുകളോ ഉള്ളതല്ല, ഒരു രാശി സമയമാണ്. അതല്ലെങ്കിൽ 2-3 തരത്തിൽ മുഹൂർത്തത്തെ പറയുന്നുണ്ട്. മുഹൂർത്തോ നാഴികാദ്വയം എന്ന് പറയും. 2 നാഴിക സമയമുണ്ട്. 2.5 നാഴികയാണ് 1 മണിക്കൂർ എന്ന് പറയുന്നത്. അപ്പോൾ 1 മണിക്കൂറിൽ താഴെയുള്ള സമയമുണ്ട് ഒരു മുഹൂർത്തം. അതല്ലെങ്കിൽ ഒരു രാശി മുഴുവനായിട്ട് മുഹൂർത്തമായിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ധാരാളം സമയവുമുണ്ട്. എന്താണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ലക്ഷ്യം എന്ന് തീരുമാനമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് കാര്യവും നല്ല മുഹൂർത്തത്തിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ വിവാഹം കഴിഞ്ഞ ഈ ദമ്പതിമാർ എപ്പോഴാണ് ജ്യോത്സ്യനെ കാണേണ്ടത്, എന്തിനാണ് കാണേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുഹൂർത്തം നിശ്ചയിക്കാനായിട്ടാണ്. സൽപ്രജയെ, നമ്മുടെ പരമ്പരയെ, സമൂഹത്തിന് ഉതകുന്ന, നമുക്കുതകുന്ന, കുടുംബത്തിനുതകുന്ന ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുന്നതിന് മുമ്പായിട്ടാണ് ആദ്യത്തെ ദൈവജ്ഞൻ്റെ സേവനം വേണ്ടത്. വളരെ കറക്റ്റ്. ടീച്ചർ പറഞ്ഞ വളരെ കറക്റ്റാണ്. പഴയ നമ്മൾ പ്രസിദ്ധമായ പല പാരമ്പര്യ തലങ്ങളിലുള്ള ഫാമിലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും 2, 3, 4, 5 തലമുറ വളരെ സമ്പൽ സമൃദ്ധമായി നിന്ന് പോകുന്നുണ്ട്. അതായത് അവർ കൊടുക്കുന്ന ഡെഡിക്കേഷൻ, ആ ശാന്തി മുഹൂർത്തത്തിന് കൊടുക്കുന്ന ഡെഡിക്കേഷൻ, അല്ലെങ്കിൽ അവർ സമീപിക്കുന്ന അവരുടെ ഫാമിലി ജ്യോതിഷൻ, അദ്ദേഹത്തിന്റെ ഗൈഡൻസിലാണ് ഇതെല്ലാം പോകുന്നത്. തീർച്ചയായും ഈ പറഞ്ഞപ്പോഴാണ് ആ കാലഘട്ടത്തിലൊക്കെ ഓരോ കുടുംബത്തിനും ഓരോ ഫാമിലി, ഓരോ ദൈവജ്ഞ അല്ലെങ്കിൽ ഓരോ ജ്യോത്സ്യൻ ഉണ്ടാകും.
അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ ഈ അവിടുത്തെ ഭരണാധികാരിയെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ഒരു ജ്യോത്സ്യൻ്റെ. ആ ഗ്രാമത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്ന പോലെ തന്നെ ആ ഗ്രാമത്തിലുള്ള എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാനായിട്ട് ഒരു ജ്യോത്സ്യൻ, ഒരു ആസ്ഥാന ജ്യോതിഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉണ്ടായിരുന്നു. അതെ, ഈ ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇവൻസുകളിൽ ഒന്നാണ് ഈ മാരേജ് എന്ന് പറയുന്നത്. തീർച്ചയായും അല്ലേ? ജനനം, മരണത്തിന് മുൻപുള്ള ഭയങ്കരമായ വലിയൊരു ടേണിംഗ് അതെ അതെ ആണ്. അതോടുകൂടി നമ്മളെ പോലും അറിയില്ല ആ മാറ്റം എങ്ങനെയാണ് എന്നുള്ളത്. വിവാഹത്തിൻ്റെ അപ്പോൾ ഞാനിങ്ങനെ പലരുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം അങ്ങനെ തന്നെയാണ്. വിവാഹത്തിൻ്റെ ആ ചടങ്ങിൻ്റെ തൊട്ട് മുന്നേ വരെ കളിച്ച് നടന്ന ഇതിനെ കുറിച്ചിട്ട് വലിയ ധാരണയൊന്നുമില്ല. പ്രത്യേകിച്ച് ഇതിനെ ഒരു വലിയ പ്രാധാന്യത്തോടു കൂടി ഒന്നും കാണാതെ, അല്ലെങ്കിൽ ഇതൊരു ആഘോഷിക്കാൻ മാത്രമുള്ള ഒരു ഒക്കേഷൻ എന്നുള്ള രീതിയിൽ എടുക്കുകയും, അതേസമയം ഈ താലി കെട്ടുന്ന അല്ലെങ്കിൽ മാലയിടുന്ന, അച്ഛൻ കൈ പിടിച്ച് വരനെ ഏൽപ്പിക്കുന്ന ഈ ചടങ്ങുകൾ അങ്ങോട്ട് കഴിയുമ്പോഴേക്കും എവിടെ നിന്നാണെന്നോ എങ്ങനെയാണെന്നോ അറിയാത്ത ഒരു ബന്ധം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നു. ഒരു നിമിഷം കൊണ്ടാണ് ആ ഒരു മാനസികമായിട്ടുള്ള പരിവർത്തനം ഉണ്ടാകുന്നത്. അപ്പോൾ എത്ര പേർക്ക് ഇത് അനുഭവത്തിൽ ഉണ്ടായി എന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ആ പരിവർത്തനം തന്നെയാണ് പിന്നീട് നമ്മളെ നയിക്കുന്നത്. ആ സമയത്തെ ഒരു ചിന്ത. അതെ അതെ. ടീച്ചർ, ഈ പറയുന്ന ഒരു ഫാമിലി ജ്യോതിഷന്റെ എന്താ പറയുക, ഒരു കഴിവാണ് ആ പറയുന്ന കുടുംബത്തിനെയും അടുത്ത തലമുറയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലേ? അപ്പൊ അത് 100% ആൾക്കാർക്ക് ഫോളോ ചെയ്യാൻ ഒരു എന്താ പറയുക നിയോഗം ഉണ്ടാവണമെന്നുള്ളത്, അല്ലേ? അല്ലെങ്കിൽ പെട്ടെന്ന് കല്യാണം കഴിയുന്നു, അടുത്ത് ഗൈഡ് ചെയ്യാൻ ആരുമില്ല, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ജ്യോതിഷന്റെ അടുത്ത് എത്തുന്നു, അല്ലേ? ഈ പ്രശ്നം വരാതിരിക്കാൻ നല്ലൊരു ദൈവജ്ഞന്റെ ഒരു നിയോഗം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് അനുഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിൽ കുടുംബത്തിലെ മുതിർന്നവർക്ക് അങ്ങനെ ഒരു പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഭാഗ്യം അടുത്ത തലമുറയ്ക്ക് ഉണ്ടാകണം. എന്തായാലും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.